ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കുമെന്ന് സൂചന. CBI സംഘം ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തി. CBI FIRന്റെ പകർപ്പ് 24 ലഭിച്ചു. സുർജിത്ത് അയ്യപ്പത്ത് നൽകുന്ന വിശദാംശങ്ങൾ. സുർജിത്ത്, CBIയുടെ FIR വരുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി ഉള്ളത്? ഗൂഗിൾ ഈ പ്രാഥമിക ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ അതിന്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് പ്രതികളുടെ എണ്ണം കൂടിയേക്കുമെന്നുള്ള സൂചനയാണ് അതിനകത്ത് കൃത്യമായി പറയുന്നത്. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 20 പ്രതികളാണ്. ഈ 20 പ്രതികൾക്ക് പുറമെ 21ാം നമ്പർ ഇട്ടുകൊണ്ട് കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടായേക്കും എന്നുള്ള സൂചനയാണ് ഈ CBI സംഘത്തിന്റെ FIRൽ ഉള്ളത്. ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡൽഹി SC2 പോലീസ് സ്റ്റേഷനിലാണ്. അന്വേഷണ സംഘം തലവൻ CBIയുടെ ഇൻസ്പെക്ടറായിട്ടുള്ള സത്യപാൽ യാദവിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുക. ഇതിന്റെ മേൽനോട്ട ചുമതല CBI SP ആയിട്ടുള്ള അരവിന്ദ് കുമാർ ഉപാധ്യായക്കാണ് എന്നതും ഈ FIRൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ FIRൽ പോലീസ്, അതായത് ഈ കേസ് അന്വേഷിച്ചിരുന്നത് കൽപ്പറ്റ DYSP ആയിരുന്ന TN സജീവന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമായിരുന്നു. അവർ നൽകിയ റിപ്പോർട്ടുകളെ ആധികാരികമാക്കിയാണ് ഈ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള അതിന്റെ രേഖകളടക്കം, അതായത് ഈ ഉത്തരവ് അടക്കം ഉള്ള CBI അന്വേഷണത്തിലോട്ട് ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ FIR തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം ഇന്ന് 4-അംഗ CBI സംഘം ഹോസ്റ്റലിലടക്കം പരിശോധന നടത്തി. ഉച്ചയ്ക്ക് ശേഷമാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. സിദ്ധാർത്ഥനെ വിചാരണ ചെയ്ത മുറികളും മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറിയും ഈ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഇനി നാളെ നടക്കേണ്ട കാര്യങ്ങൾ, നാളെ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ 5 ദിവസം തങ്ങി തെളിവെടുപ്പ് നടത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ അന്വേഷണ സംഘത്തിൽ കൂടുതൽ മലയാളികളായ ഉദ്യോഗസ്ഥരും അടുത്ത ദിവസം തന്നെ ഇതിന്റെ ഭാഗമാകും എന്നുള്ളതാണ്. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി ചൊവ്വാഴ്ച രേഖപ്പെടുത്താനുള്ള നീക്കമാണ് CBI നടത്തുന്നത്. ഗോകുൽ. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് CBI FIRന്റെ വിവരങ്ങൾ നൽകിയത്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഈദ് ആഘോഷങ്ങൾക്കൊരുങ്ങി ഗൾഫ് രാജ്യങ്ങൾ. നാളെ റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി നിർദ്ദേശിച്ചു. UAEയുടെ ചാന്ദ്ര ദർശന സമിതിയും മാസപ്പിറവി നിരീക്ഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇസ്ലാം മത വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഈദ് ആഘോഷങ്ങൾക്കായി നാടും നഗരവും ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. UAEയുടെ ചാന്ദ്ര നിരീക്ഷണ സമിതിയും ജനങ്ങളോട് മാസപ്പിറവി നിരീക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമിതിയുടെ യോഗം നാളെ വൈകിട്ട് നടക്കും. തിങ്കളാഴ്ച മാസം കണ്ടാൽ ചൊവ്വാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. മാസം കണ്ടില്ലായെങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ബുധനാഴ്ച അറബ് ലോകം ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് റമദാൻ 29ാം രാവാണ്. റമദാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രി. അതുകൊണ്ട് തന്നെ ഹറം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലേക്ക് ഇന്ന് വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിക്കും. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. ഹറം പള്ളികളിൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അവസാന ദിനങ്ങൾ ചിലവഴിക്കാൻ മക്കയിലെത്തിയിട്ടുണ്ട്. ഖത്തറിൽ ഔഖാഫ് മന്ത്രാലയത്തിലെ ക്രസന്റ് കമ്മിറ്റിയാണ് ഈദുൽ ഫിത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. പെരുന്നാൾ നമസ്കാരത്തിന് 642 പള്ളികളും ഈദ്ഗാഹുകളും സജ്ജമാക്കിയതായി ഖത്തർ ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ വെടിക്കെട്ട് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. UAEയിലെ വിവിധ എമിറേറ്റുകളിൽ മലയാളത്തിൽ ഉൾപ്പെടെ ഈദ്ഗാഹുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ദുബായിൽ 50ഓളം ആഘോഷ പരിപാടികളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് അരങ്ങേറുക. അൽസീഫ് ബ്ലൂ വാട്ടർ സൈലന്റ്, JBR ബീച്ച് എന്നിവിടങ്ങളിൽ ആഘോഷ പരിപാടികൾക്ക് പുറമെ വെടിക്കെട്ടും നടക്കും. ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ടിലും ഗ്ലോബൽ വില്ലേജിലും ഈദ് ദിനത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടുണ്ടാകും. എല്ലാ അർത്ഥത്തിലും ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അറബ് ലോകം. വിവിധ ഗൾഫ് ബ്യൂറോകൾക്കൊപ്പം 24 ദുബായ്. സൗദിയിൽ ഇന്ന് റമദാൻ 29ാം രാവ്. ഖതമുൽ ഖുർആൻ പ്രാർത്ഥന ഇന്ന് ഹറം പള്ളികളിൽ നടക്കും. റമദാൻ അവസാന പത്തിലെ ഒറ്റപ്പെട്ട രാത്രികൾക്ക് ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. ലൈലത്തുൽ ഖദർ എന്ന 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാവ് ഏതെങ്കിലും ഒറ്റപ്പെട്ട രാത്രിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ റമദാൻ 29ാം രാവായ ഇന്ന് വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ആരാധനാലയങ്ങൾ സജീവമാകും. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇന്ന് ഖതമുൽ ഖുർആൻ പ്രാർത്ഥന നടക്കും. റമദാനിലെ തറാവീഹ് നിസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഇന്ന് പൂർത്തിയാകും.
മക്കയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസും മദീനയിൽ ഷെയ്ഖ് സലാഹ് അൽ ബുദൈറും ഖത്തമുൽ ഖുർആൻ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകും. പ്രാർത്ഥന 30 മിനിറ്റ് നീളും. സൗദിയിൽ നാളെ റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മാസം കണ്ടാൽ ചൊവ്വാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. മാസം കണ്ടില്ലെങ്കിൽ ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ മക്കയിലെത്തി. പെരുന്നാൾ ദിനത്തിൽ സൂര്യൻ ഉദിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാൻ സൗദി മതകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശ്വാസികൾ ഫിത്ർ സക്കാത്ത് വിതരണവും തുടങ്ങി. പെരുന്നാൾ പ്രഖ്യാപനം വന്നാൽ ഫിത്ർ സക്കാത്ത് വിതരണം സജീവമാകും. ഫിത്ർ സക്കാത്ത് പണമായി നൽകുന്നത് നബിചര്യയ്ക്ക് എതിരാണെന്നും ധാന്യമായി തന്നെ അർഹരായവരിലേക്ക് എത്തിക്കണമെന്നും സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് ആവശ്യപ്പെട്ടു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഖത്തറിലെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും സെൻട്രൽ ബാങ്ക് 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. അതേസമയം തിങ്കളാഴ്ച വൈകിട്ട് വിശ്വാസികൾ ശവ്വാൽ ചന്ദ്രപ്പിറവി നിരീക്ഷിക്കണമെന്ന് മതകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഏപ്രിൽ 9 ചൊവ്വാഴ്ച മുതൽ 11 വ്യാഴാഴ്ച വരെയാണ് ഖത്തർ സെൻട്രൽ ബാങ്ക് പൊതു അവധി പ്രഖ്യാപിച്ചത്. വാരാന്ത്യ അവധി ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും മണി എക്സ്ചേഞ്ചുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും 13 ശനിയാഴ്ച വരെ അവധിയായിരിക്കും. വാരാന്ത്യ അവധി കൂടി കഴിഞ്ഞ് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഏപ്രിൽ 14 മുതൽ തുറന്നു പ്രവർത്തിക്കും. അതേസമയം നാളെ ശവ്വാൽ പിറവി നിരീക്ഷിക്കാൻ രാജ്യത്തെ എല്ലാ വിശ്വാസികളോടും ഔക്കാഫ് മതകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായാൽ ദഫ്ന ടവേഴ്സ് ഏരിയയിലെ ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിലെത്തി സാക്ഷ്യപ്പെടുത്താൻ മന്ത്രാലയത്തിന് കീഴിലെ ക്രസന്റ് സൈറ്റിംഗ് കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നാളെ മാസപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ നോമ്പ് 30 പൂർത്തിയാക്കി 10 ബുധനാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. രാവിലെ 5:32 പെരുന്നാൾ നമസ്കാരം. ഇതിനായി പള്ളികളും ഈദ്ഗാഹുകളും ഉൾപ്പെടെ 642 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മതകാര്യ മന്ത്രാലയം അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ. സൗദിയിലെ OICC ദക്ഷിണ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സ്വദേശികളും വിദേശികളുമായ 100 ആളുകൾ പങ്കെടുത്തു. അസീറിലെ കമ്മീഷ് വിഷയത്തിലാണ് OICC ദക്ഷിണ മേഖലാ കമ്മിറ്റിയുടെ ബാനറിൽ ഇഫ്താർ സംഗമം നടത്തിയത്. മുജാൻ പാർക്ക് മാൾ ഫുഡ് കോർട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വദേശികളും വിദേശികളുമായ 100 ആളുകൾ സംബന്ധിച്ചു. കമ്മീഷ് മുഷൈത്ത് ഗവർണറേറ്റിന്റെ റമദാൻ പരിപാടിയായ അജാവേദ് 2 കൂടി ഭാഗമായായിരുന്നു ഇഫ്താർ സംഗമം. അസീർ ഓർഫൻസ് അസോസിയേഷനിൽ നിന്നുള്ള 50 സ്വദേശികളായ അനാഥ കുട്ടികൾ ഇഫ്താർ സംഗമത്തിൽ അതിഥികളായിരുന്നു. OICC, അബഹ, കമ്മീസ്, നജറാൻ, ജീസാൻ, ബീഷ അങ്ങനെ എല്ലാ യൂണിറ്റ് കമ്മിറ്റികളുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ നോമ്പുറ സംഘടിപ്പിച്ചത്. ഏതാണ്ട് 600ഓളം ആളുകൾ പങ്കെടുത്തു. ഒപ്പം തന്നെ ഈ അസീർ മേഖലയിൽ നിന്നുള്ള സ്വദേശികളായിട്ടുള്ള 25ഓളം എത്തിയും കുട്ടികളെ ഞങ്ങൾക്ക് നോമ്പ് ഉറപ്പിക്കാനും അവർക്ക് ആവശ്യമായ സമ്മാനങ്ങൾ നൽകുവാനും കഴിഞ്ഞു. വളരെയേറെ സന്തോഷമുണ്ട്. കമ്മീസ് ഗവർണറേറ്റിന്റെ അജാവേദ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീസ് ഗവർണറേറ്റ് റമദാൻ മാസത്തിൽ റമദാൻ രാവുകളിലെ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് OICCയുടെ ദക്ഷിണമേഖലാ കമ്മിറ്റിയുടെ നോമ്പുകുറ സംഘടിപ്പിച്ചത്. മുജാൻ പാർക്ക് ഡയറക്ടർ ജനറൽ മുഹമ്മദ് ഹബ്തൂർ, അബ്ദുള്ള ഷെഹരി, ഷെയ്ഖ് ഹുസൈൻ ഹസനിയ തുടങ്ങി സ്വദേശികളും വിദേശികളുമായ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. സംഗമത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ അനാഥ കുട്ടികൾക്ക് OICCയുടെയും മുജാൻ പാർക്കിന്റെയും ഉപഹാരങ്ങൾ അഷ്റഫ് കുറ്റിച്ചലും ഗവർണറേറ്റ് ഉദ്യോഗസ്ഥരും വിതരണം ചെയ്തു. മനാഫ് പരപ്പിൽ, ബിനു ജോസഫ്, പ്രകാശൻ നാദാപുരം, റോയി മൂത്തേടം, അൻസാരി റഫീഖ്, പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അസീറിൽ നിന്നും റസാഖ് നാശരിക്കൊപ്പം ജലീൽ കണമംഗലം, 24. സദാഫ്കോ മലയാളി കൂട്ടം റിയാദിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. റിയാദ് മാലാസിൽ നടന്ന സംഗമത്തിൽ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സൗദിയിലെ പ്രമുഖ പാൽ നിർമ്മാണ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ കൂട്ടായ്മയായ സദാഫ്കോ മലയാളി കൂട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സമൂഹ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. മലാസിൽ വെച്ച് നടന്ന പരിപാടിയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരും കൂട്ടായ്മയിലെ അംഗങ്ങളും പങ്കെടുത്തു. പ്രസിഡന്റ് നെയ്മിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക യോഗം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയൻ കൊടുങ്ങല്ലൂർ ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തെ ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന സഫ്നാസിനുള്ള ഉപഹാരം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജയൻ കൊടുങ്ങല്ലൂരിൽ നിന്നും മജീദ് KP ഏറ്റുവാങ്ങി. BDK പ്രസിഡന്റ് ഗഫൂർ കൊയിലാണ്ടി, സാമൂഹ്യ പ്രവർത്തകൻ നാസർ ലൈസ്, നാസർ വണ്ടൂർ, ഫൈസൽ മിയ കൂട്ടായ്മ, നാസർ ചൊറൂത്ത്, മലയാളിക്കൂട്ടം സെക്രട്ടറി ഷെഫീഖ്, മാധ്യമപ്രവർത്തകരായ മജീദ് KP, ഇസ്മായിൽ പയ്യോളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ട്രഷറർ അബ്ദുൽ സലാം സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അഭിജിത്ത് നന്ദിയും പറഞ്ഞു.
ജലീൽ, സഫീർ, മജീദ് ചോല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 24 റിയാദ്. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് ഇഫ്താർ ഈസ്റ്റർ സംഗമം സംഘടിപ്പിച്ചു. അബ്ബാസിയയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. നിതിൻ മേനോൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ ഫറൂഖ് ഹമദാനി ഇഫ്താർ സന്ദേശവും സെയിന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക വികാരി റവറൻ ഡോക്ടർ ബിജു ജോർജ് പാറക്കൽ ഈസ്റ്റർ സന്ദേശവും നൽകി. ഖത്തറിലെ കണ്ണൂർ മാട്ടൂൽ നിവാസികളുടെ കൂട്ടായ്മയായ മാട്ടൂൽ കൂട്ടം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം 200-ലേറെ പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. സുബൈർ മുട്ടോൻ, മഹമ്മൂദ് മാട്ടൂൽ, ഇബ്രാഹിംകുട്ടി VP, ഹസനത്ത് VR, സുബൈർ KVK, സലീം മുട്ടോൻ, ഫായിസ് റഹീം, ലത്തീഫ് V, മുഹമ്മദ് അലി തെക്കുംപാട്, മഹറൂഫ് കരിപ്പ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികൾക്കായി ഒരുക്കിയ ഇസ്ലാമിക് KK മുനീർ നിയന്ത്രിച്ചു. മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ അത്ത ഉള്ളയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. റമദാനിൽ 1000 മാസങ്ങളുടെ പുണ്യം പെയ്തിറങ്ങുന്ന 27-ാം രാവിൽ പ്രാർത്ഥനാമുഖരിതമായി കുവൈറ്റിലെ ഏറ്റവും വലിയ മസ്ജിദായ ഗ്രാൻഡ് മോസ്ക് മസ്ജിദുൽ കബീർ രാത്രി 12 മണിക്ക് ആരംഭിച്ച് 1:30 മണിക്കാണ് നമസ്കാരം അവസാനിച്ചത്. പ്രശസ്ത പണ്ഡിതൻ മിജാരി അഫാസിയാണ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി ജന്മനാട് കൈകോർത്തു. നിയമസഹായ സമിതി എന്ന പേരിലാണ് ജനകീയ കൂട്ടായ്മയുടെ ഇടപെടൽ. മോചനത്തിന് ആവശ്യമായ തുക കണ്ടെത്താൻ കൂടുതൽ സുമനസ്സുകളുടെ സഹായം അനിവാര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാടിനേറെ പ്രിയപ്പെട്ട അബ്ദുറഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് നാട്ടുകാർ. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒരു നാടൊന്നാകെ കൈകോർത്തു. സന്നദ്ധ സംഘടനകളും മറ്റു കൂട്ടായ്മകളും പ്രവാസി ലോകത്തെ സുമനസ്സുകളും കൂടെ നിന്നു. അവനെ മോചിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ഈ നാടിൽ വ്യത്യാസമില്ല. ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് അതിനുവേണ്ടി യത്നിക്കുന്ന ഒരു സമയം. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലോകം ഒത്തൊരുമിച്ചാലല്ലാതെ ഇത്രയും വലിയൊരു ഭീമമായ ഫണ്ട് ഒപ്പിക്കാൻ സാധ്യമല്ല. പ്രാദേശികമായി കോടമ്പുഴ എന്ന ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് റഹീമിനെ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഈ കമ്മിറ്റിക്ക് അയച്ചു തന്നും റഹീമിനെ രക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ആരായുകയാണ്. 9 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. മുൻപിലുള്ളത് ഭീമമായ തുകയാണ്. നാട്ടുകാർ പിരിച്ചെടുക്കുന്നത് കൊണ്ട് മാത്രം ലക്ഷ്യത്തിലേക്കെത്തില്ല. തിരിച്ചുവരവിനായി കനിവുള്ള മനുഷ്യരുടെ സഹായം തേടുകയാണ് കുടുംബത്തിനൊപ്പം അബ്ദുറഹീമിന്റെ നാടും. 24 കോഴിക്കോട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി റഹീമിന്റെ മോചനത്തിനായി സൗദി കിഴക്കൻ പ്രവിശ്യ കൈകോർക്കുന്നു. വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സഹായക സമിതി രൂപീകരിച്ച് എത്രയും വേഗം മോചനദ്രവ്യം സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണിവർ. റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിനെ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ മോചനദ്രവ്യമായ 34 കോടി രൂപ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഈ സുമനസ്സുകളും. ഏപ്രിൽ 16-നകം ഇത്രയും വലിയ തുക സ്വരൂപിക്കുന്നതിൽ ഭാഗമാക്കാനാണ് ദമാം ബദർ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടി വിപുലമായ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കിഴക്കൻ പ്രവിശ്യയിലെ വിവിധ രാഷ്ട്രീയ സംഘടനകളും മലയാളി സംഘടനാ നേതൃത്വവുമെല്ലാം തുക സമാഹരിക്കുന്നതിലേക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. തങ്ങൾക്ക് മുന്നിൽ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഫണ്ട് സമാഹരണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായാണ് ഇവരുടെ ഒരുക്കം. പ്രമുഖ വ്യവസായി അഹമ്മദ് പുളിക്കൽ മുഖ്യ രക്ഷാധികാരിയും ജമാൽ വില്യാപ്പള്ളി ചെയർമാനും ആലിക്കുട്ടി ഒളവട്ടൂർ ജനറൽ കൺവീനറും റഫീഖ് കൂട്ടിലങ്ങാടി ട്രഷററും അടങ്ങുന്ന ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് ദമാമിൽ ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യധാരാ സംഘടനകളുടെ നേതാക്കളും പ്രാദേശിക കൂട്ടായ്മകൾ ഉൾപ്പെടെ ഏകദേശം 60ഓളം വരുന്ന വിവിധ സംഘടനകളുടെ ഭാരവാഹികളും നന്മയ്ക്ക് കൂട്ടാവുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്.
സൗദി അറേബ്യയിലും വിവിധ GCC രാജ്യങ്ങളിലും കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സജീവമായ പ്രവർത്തനങ്ങൾ ഫണ്ട് സമാഹരണത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും മത, സാമൂഹിക, സാംസ്കാരിക, ബിസിനസ്, മാധ്യമ രംഗത്തുള്ള എല്ലാവരും കൈകോർത്ത അത്യപൂർവമായ നിമിഷങ്ങൾക്കാണ് ഈ ഹോൾ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധക്കളത്തിൽ പോലും എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് ദമാമിലെ എല്ലാ പ്രവാസി സംഘടനകളും ഒരുമിക്കുകയാണ്. ഒരു മനസ്സായി, ഒരു ഉടലായി റഹീമിൻ്റെ മോചനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലാണ് ദമാമിലെ എല്ലാ കൂട്ടായ്മകളും. സ്പോൺസറുടെ മകൻ മരിച്ച കേസിലാണ് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന് സൗദി കോടതി വധശിക്ഷ വിധിച്ചത്. റഹീമിന് മാപ്പ് നൽകാൻ സ്പോൺസറുടെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ പറഞ്ഞ തീയതിക്കകം എത്രയും വേഗത്തിൽ കണ്ടെത്തി അബ്ദുറഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഓരോരുത്തരുടെയും മുന്നിലുള്ള ലക്ഷ്യം. ഇവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കാരുണ്യത്തിന്റെ ഉറവ പറ്റാത്ത സുമനസ്സുകൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷ ഒട്ടും കൈവിടാതെ മുന്നോട്ട് നീങ്ങുകയാണിവർ. 18 വർഷമായി കണ്ണീർ വറ്റിയ കണ്ണുകളുമായി മകന്റെ വരവും പ്രതീക്ഷിച്ചു കാത്തിരിക്കുന്ന ഈ ഉമ്മയുടെ അരികിലേക്ക് റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം എന്ന ഈ മകനെ എത്തിച്ചു നൽകാൻ നമുക്ക് കഴിയട്ടെ. സുബൈറുദ്ദീനൂർ, 24 ദമാം. റിയാദിൽ മലയാളി യുവാവ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കോഴിക്കോട് ചീക്കിലോട് പോയിൽ പടിക്കൽ വീട്ടിൽ റിയാസാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സന്ദർശന വിസയിലെത്തിയ ഭാര്യ ബെസിയും മക്കളായ ഇഷ ഫാത്തിമയും മുഹമ്മദ് റയാനും റിയാദിലുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ റിയാദ് KMCC മലപ്പുറം ജില്ലാ വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജനമനസ്സറിഞ്ഞ് 24ന്റെ മെഗാ പ്രീപോൾ സർവേ ആദ്യ ദിനം പുറത്തുവിട്ട 4 മണ്ഡലങ്ങളിലെ ഫലത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് 24 സർവേ പൂർത്തിയാക്കിയത്. വടകരയും ആലപ്പുഴയും ആറ്റിങ്ങലും പൊന്നാനിയും എങ്ങനെ ചിന്തിക്കുന്നു എന്ന ചോദ്യത്തിനാണ് ആദ്യ ദിനത്തിൽ 24 പ്രീപോൾ സർവേ ഉത്തരം തേടിയത്. MLAമാരായ KK ശൈലജയും ഷാഫി പറമ്പിലും നേർക്കുനേറെത്തുമ്പോൾ വടകര ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പൊതുജനാഭിപ്രായം. LDF സ്ഥാനാർത്ഥി KK ശൈലജ 45.5% വോട്ട് നേടി ലോക്സഭയിലെത്തുമെന്ന് 24 മെഗാ പ്രീപോൾ സർവേ ഫലം പ്രവചിക്കുന്നു. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 42.9% വോട്ട് നേടുമ്പോൾ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ 9.9% വോട്ട് ഉറപ്പിക്കും. മറ്റുള്ളവർ 1.7% വോട്ട് നേടും. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി ഇത്തവണയും UDFിനൊപ്പം തന്നെ. അബ്ദുസ്സമദ് സമദാനി 48.1% വോട്ട് നേടി ഒന്നാമതെത്തും. 39.7% വോട്ട് LDF സ്ഥാനാർത്ഥി KS ഹംസ നേടുമെന്നും NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ 8.3% വോട്ട് ഉറപ്പിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ LDFും UDFും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. സിറ്റിംഗ് MP AM ആരിഫിനെ പിന്തള്ളി UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മുന്നേറുമെന്നാണ് പൊതുജനാഭിപ്രായം. 41.2% വോട്ടുകൾ KC വേണുഗോപാൽ സ്വന്തമാക്കുമ്പോൾ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ AM ആരിഫിന്റെ വോട്ട് വിഹിതം 39.7% ചുരുങ്ങും. NDAയുടെ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ 18% വോട്ട് നേടുമെന്നും സർവേ പറയുന്നു. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം LDFിനുണ്ടെന്നാണ് സർവേ ഫലം. കേന്ദ്രമന്ത്രിയെയും സിറ്റിംഗ് MPയെയും പിന്നിലാക്കി LDF സ്ഥാനാർത്ഥി V ജോയ് 38.9% വോട്ട് നേടും. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശ് തൊട്ടു പിന്നിലുണ്ട്. അടൂർ പ്രകാശ് 37.2% വോട്ട് ഉറപ്പിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ 23.3% വോട്ട് നേടുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് 24. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചും എതിർത്തും ചർച്ച സജീവമാകുമ്പോൾ ഈ വിഷയം വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന് 24 പ്രീപോൾ സർവേ വോട്ടർമാരോട് ആരാഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുമോ എന്ന ചോദ്യത്തിനും വോട്ടർമാർ മറുപടി നൽകി. മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പം വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തേടിയുള്ള 24 പ്രീപോൾ സർവേയുടെ ബിഗ് ക്വസ്റ്റനിൽ ആദ്യ ദിനം പരിശോധിച്ചത് 2 മെഗാ ചോദ്യങ്ങൾ. പൗരത്വ നിയമ ഭേദഗതി വോട്ടിംഗിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് 52% പേർ സ്വാധീനിക്കില്ല എന്നുത്തരം നൽകി. 48% CAA തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന അഭിപ്രായക്കാരാണ്. CAA വോട്ടിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് സംസ്ഥാന വ്യാപക മറുപടി
അത് സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 52%. പൊടുന്നനെയാണ് അത്ര നാൾ ഓഫീസിലിരുന്ന പൗരത്വ ഭേദഗതി വിജ്ഞാപനങ്ങൾ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് അത് പൗരത്വ ആത്മാർത്ഥമൊന്നുമല്ല, വോട്ടിന് വേണ്ടിയുള്ള ദുഷ്ടലാക്ക് മാത്രമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചതാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ വിലയിരുത്തുമോ എന്ന ചോദ്യത്തിന് 73.5% പേരും സ്വാധീനിക്കും എന്ന് അഭിപ്രായപ്പെടുന്നു. 26.5% പേർ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം പരിഗണിക്കില്ല എന്ന അഭിപ്രായക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? കേരളം എങ്ങനെ ഈ ചോദ്യത്തോട് പ്രതികരിച്ചു എന്ന് നോക്കാം. ഇല്ല എന്ന് പറയുന്നവർ 26.5%. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ സർക്കാരിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി വിലയിരുത്തിയാണ് വോട്ട് എന്ന് പറയുന്നത് 73.5%. 24 മെഗാ പ്രീപോൾ സർവേക്കൊപ്പം വരും ദിവസങ്ങളിലും പ്രധാന വിഷയങ്ങളിൽ വോട്ടർമാരുടെ മനസ്സറിയാം. LDF 2, UDF 2, NDA 0. ബാക്കിയുള്ള 16 മണ്ഡലങ്ങളിലും ഇതാണ് ട്രെൻഡെങ്കിൽ കൊടും പോരാട്ടം. ഇലക്ഷൻ ഡെസ്ക് 24. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ രാജ്യവ്യാപക ഉപവാസ സമരം. ഡൽഹി ജന്തർ മന്ദറിൽ നടന്ന ഉപവാസ സമരത്തിൽ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെ പങ്കെടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി പാർട്ടി BJP എന്നായിരുന്നു MP സഞ്ജയ് സിംഗിന്റെ വിമർശനം. അതിനിടയിൽ കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് കൊണാട്ട് പ്ലേസിൽ BJP-യും പ്രതിഷേധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ BJP-ക്കെതിരെയുള്ള പ്രചരണമാക്കി മാറ്റുകയാണ് പാർട്ടി. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടി ഉപവാസ സമരം നടത്തിയത്. BJP-യെ ബംഗാരു ജനതാ പാർട്ടി എന്ന് പരിഹസിച്ച MP സഞ്ജയ് സിംഗ് പ്രതിപക്ഷത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് വിമർശിച്ചു. ജന്തർ മന്ദറിലെ ഉപവാസ സമരത്തിൽ പങ്കെടുത്തത് 100 കണക്കിന് പാർട്ടി പ്രവർത്തകരാണ്. വിവിധയിടങ്ങളിലായി നടന്ന ഐക്യദാർഢ്യ സമരത്തിന്റെ ചിത്രങ്ങൾ kejriwalko.com എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനും പാർട്ടി നിർദ്ദേശിച്ചു. പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപവാസം. മദ്യനയ അഴിമതിയിലെ ED നടപടിയിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP-യും ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 24 ഡൽഹി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.